പ്രിയ സജ്ജനങ്ങളെ, നമസ്കാരം. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 21-ാമത്തെ ശ്ലോകം വരെയാണ് നാം ഇന്നലെ വരെ ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് 22-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, വാസാംസി ജീർണാനി യദാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ നന്യാനി സംയാതി നവാനി ദേഹി. വാക്കുകളുടെ അർത്ഥം നോക്കാം. യഥാ എപ്രകാരമാണോ നര മനുഷ്യൻ ജീർണാനി ജീർണിച്ചവയെ വാസാംസി വസ്ത്രങ്ങളെ വിഹായ ഉപേക്ഷിച്ചിട്ട് അപരാണി മറ്റുള്ളവയെ നവാനി പുതിയവയെ ഗൃഹ്ണാതി സ്വീകരിക്കുന്നത് അതേ പ്രകാരം ദേഹി ജീവൻ ജീർണാനി ജീർണിച്ചവയെ ശരീരാണി ശരീരങ്ങളെ അന്യാനി വേറെയുള്ളവയെ നവാനി പുതിയവയെ സംയാതി പ്രാപിക്കുന്നു. എപ്രകാരമാണോ മനുഷ്യൻ ജീർണിച്ച വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് വേറെ പുതിയ വസ്ത്രങ്ങളെ ധരിക്കുന്നത്, അതേ പ്രകാരം ജീർണിച്ച ശരീരങ്ങളെ ഉപേക്ഷിച്ച് ദേഹി അതായത് ആത്മാവ് വേറെ പുതിയ ശരീരങ്ങളെ പ്രാപിക്കുന്നു. ഭഗവത്ഗീതയിൽ 2-ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 22-ാമത്തെ ശ്ലോകമാണിത്. ഭഗവാൻ ആത്മാവിൻ്റെ ജനനമെങ്ങനെ സംഭവിക്കുന്നു, ശരീരത്തിൻ്റെ മരണമെങ്ങനെ സംഭവിക്കുന്നു എന്ന് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അർജുന, ജീർണിച്ച പഴകിയ ഉപയോഗശൂന്യമായ ഒരു വസ്ത്രം നമ്മൾ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് മറ്റൊന്ന് ധരിക്കുന്നു. ഇതുപോലെ ആത്മാവ് ഒരു ശരീരത്തെ സ്വീകരിക്കുന്നു, അത് ജീർണിച്ചാൽ അതിനെ ഉപേക്ഷിക്കുന്നു. ഇവിടെ ജീർണിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രായമാവുക എന്നതിലല്ല. അങ്ങനെയാണെങ്കിൽ പ്രായമായിട്ട് എല്ലാവരും മരിക്കാൻ പാടുള്ളൂ. വസ്ത്രത്തോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണെന്ന് നോക്കൂ. ചില ആളുകൾ വസ്ത്രം കീറിപ്പോയാലും 1-2 പ്രാവശ്യം അത് തുന്നിച്ചേർത്ത് വീണ്ടും ധരിക്കും. മറ്റു ചില ആളുകൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ടാവാം അനേക പ്രാവശ്യം തുന്നിച്ചേർത്ത് അത് ധരിക്കും. എന്നാൽ മറ്റു ചിലർ അല്പം കീറിയാൽ പോലും ആ വസ്ത്രം പിന്നീട് ധരിക്കില്ല. അപൂർവമായിട്ട് ചിലർ, അതിസമ്പന്നരൊക്കെ ഒരു പ്രാവശ്യം ധരിച്ച വസ്ത്രം പിന്നീട് ധരിക്കില്ല. ഇത് വസ്ത്രത്തിൻ്റെ ഉദാഹരണത്തിൽ നമ്മൾ കാണുന്നു. ഇതുപോലെ നന്നേ ചെറുപ്പത്തിൽ മരിക്കുന്നവർ, കുറച്ച് പ്രായമായി മരിക്കുന്നവർ, ഒരുപാട് പ്രായമായി 100 വയസ്സ് കഴിഞ്ഞിട്ടും മരിക്കുന്നവർ, ഇങ്ങനെ മനുഷ്യൻ പല പ്രായത്തിലും മരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദേഹി ആത്മാവ് ദേഹത്തെ ഉപേക്ഷിക്കുന്നു. മുമ്പത്തെ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചിരുന്നു, എപ്പോഴാണ് ഒരാൾ ദേഹത്തെ ഉപേക്ഷിക്കുന്നത്, ദേഹി എപ്പോഴാണ് ദേഹത്തെ ഉപേക്ഷിക്കുന്നത്? മരണത്തിൻ്റെ കാരണങ്ങൾ പലതാവാം. അത് സുനാമിയിലാവാം, മഹാപ്രളയം വന്ന് സർവ്വതും നശിക്കുന്ന ഒരു കാലഘട്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സമയത്താവാം, അല്ലെങ്കിൽ ബൈക്ക് ആക്സിഡൻറ്റിലാവാം. അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും മനുഷ്യനെ മരണം തേടി തേടി വരുന്നുണ്ട് എന്നറിയുക. മരിക്കുവാൻ അനേകം വഴികളുണ്ട്. മരിക്കുന്നതിനും അനേകമായ വഴികളിലൂടെയാണ് ഓരോ മനുഷ്യനും മരിക്കുന്നത്. നമ്മളിവിടെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ശാസ്ത്രത്തിലെ അധികാരം മനുഷ്യനായതുകൊണ്ട് എല്ലാ മരണവും നമുക്ക് വേദന ഉണ്ടാക്കുന്നതല്ല. ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു മരം പൊരിഞ്ഞു വീണത് കാണുന്നു. മരത്തിൻ്റെ മരണമാണ് സംഭവിച്ചത്. നമ്മൾ ഉണ്ടാക്കുന്ന ഭാവം എന്ത്? കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു പട്ടി ചത്തത് കാണുന്നു. നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഭാവമുണ്ട്.
ഒരു മനുഷ്യൻ ലോറിയടിച്ച് മരിച്ചത് കാണുന്നു, അപ്പോഴുണ്ടാകുന്ന ഭാവമുണ്ട്. അത് തൻ്റെ ബന്ധുവായിരുന്നു, തനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു എന്നറിയുമ്പോഴുണ്ടാകുന്ന ഭാവമുണ്ട്. ഇവിടെ 3 മരണങ്ങൾ സംഭവിച്ചു. 3ഉം നമ്മളിലുണ്ടാക്കിയ മാനസിക ഭാവം വ്യത്യസ്തമായിരുന്നു എന്നറിയുക. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ശരീരത്തെ ദേഹി പ്രാപിക്കുമ്പോൾ, ആത്മാവ് ശരീരത്തെ പ്രാപിക്കുമ്പോൾ ജനനമെന്നും അതുപേക്ഷിക്കുമ്പോൾ അർജുന മരണമെന്നും പറയുന്നു. പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ നിസ്സാരമാണ് ജനന മരണമെന്ന് അർജുന നീ അറിയുക. ഈ നിസ്സാരമായ കാര്യം അതിന് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യേണ്ട കർമ്മത്തിൽ നിന്നും നീ ഒളിച്ചോടാൻ പരിശ്രമിക്കുന്നത്. ഭീഷ്മരുടെ, ദ്രോണരുടെ എല്ലാം ശരീരം ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഉപേക്ഷിക്കാൻ സമയമായി. എന്നിട്ട് അവർ പുതിയ വസ്ത്രത്തെ ധരിക്കും. അവർ അവരുടെ ആത്മാവിനെ മോചിപ്പിക്കുവാൻ നിന്റെ അസ്ത്രങ്ങൾ ചിലപ്പോൾ കാരണമായേക്കാം. മരണത്തിന് പല കാരണങ്ങളുണ്ട്, മരണത്തിന് പല വഴികളുണ്ട് എന്ന് പറഞ്ഞതുപോലെ യുദ്ധത്തിലെ മരണം ആയുധം കൊണ്ടാണ്. അപ്പോ ഇവിടെ നീ ബന്ധുജനങ്ങൾ എന്ന് പറയുന്ന ഒരുത്തനെയും നീ കൊല്ലുന്നില്ല. അവരെ കൊല്ലുവാൻ നിനക്ക് കഴിയില്ല. കാരണം ഒരിക്കലും ജനിക്കാത്തതും മരിക്കാത്തതുമായ ആത്മാവാണ് അവർക്കെല്ലാവർക്കും ഉള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കുക. ആത്മാവ് അത് നിത്യമാണ്, ഒരിക്കലും നശിക്കാത്തതാണെന്ന് അർജുന നീ അറിയണം. നീ വസ്ത്രം എങ്ങനെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നുവോ അത്രമേൽ നിസ്സാരമാണ് ജനന മരണമെന്ന് അർജുനനെ ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അനേക ഉദാഹരണങ്ങളിലൂടെ ഈ ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഭഗവാൻ ബോധിപ്പിക്കുകയാണ്. അപ്പൊ എന്തിനാണ് ഭഗവാൻ പറഞ്ഞ കാര്യം തന്നെ പിന്നീടും പിന്നീടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. പലരും ചിലപ്പോൾ ചിന്തിക്കും, എത്ര ദിവസമായി നമ്മൾ ഈ ആത്മാവും പുനർജന്മം, പൂർവജന്മം എന്ന വിഷയമൊക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഭഗവാൻ തീർച്ചയായിട്ടും അർജുനനെ ഉയർത്തുവാൻ പരിശ്രമിക്കുന്നത് 1-ാം ഘട്ടം. എന്താണോ അർജുനൻ പറഞ്ഞ അർജുന വിഷാദ യോഗത്തിലെ പ്രധാന ന്യായവാദം, ഇവരെ എല്ലാവരെയും കൊന്നിട്ട് എനിക്ക് 3 ലോകം കിട്ടിയാൽ പോലും ഞാൻ അതിൽ തൃപ്തനല്ല. മാത്രമല്ല ഇവരെ കൊന്നാൽ എനിക്കൊരിക്കലും സുഖം കിട്ടുകയുമില്ല. അർജുനൻ അവിടെയൊന്നും നിർത്തിയില്ല. ഞാൻ ഭിക്ഷാടനത്തിന് പോവുകയാണ്, സന്യസിക്കാൻ പോവുകയാണ്. യുദ്ധഭൂമിയിൽ നിന്നും യോദ്ധാവ്, സൈനികൻ അഹിംസയെക്കുറിച്ച് സംസാരിക്കുകയാണ്, സന്യസിക്കാൻ പോവുകയാണെന്ന് പറയുകയാണ്. ഒക്കെ കാരണം എന്താണ്? എൻ്റെ ഗുരുവിനെയും എൻ്റെ പിതാമഹനെയും എൻ്റെ ബന്ധുജനങ്ങളെയും ഞാൻ കൊല്ലണമല്ലോ. അവിടെയാണ് ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നത്, അർജുന നീ ആരെയും കൊല്ലുന്നില്ല, ഞാൻ ആരെയും കൊല്ലിക്കുന്നുമില്ല. ഭഗവാൻ കൃഷ്ണൻ കൊല്ലിക്കുന്നു എന്നതാണല്ലോ മൊത്തത്തിലുള്ള ഒരു ആരോപണം. പക്ഷെ ഭഗവാൻ പറയുകയാണ്, നീ ആരെയും കൊല്ലുന്നുമില്ല, ഞാൻ ആരെയും കൊല്ലിക്കുന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്നതാണ് ഈ യുദ്ധഭൂമിയിൽ അണിനിരക്കുന്ന എല്ലാ മനുഷ്യരും, കുതിരയും ആനയും എല്ലാം തന്നെ നശിച്ചു പോകും. പക്ഷേ ഇവിടെ ധർമ്മസംരക്ഷണത്തിന്, സാമൂഹ്യ വ്യവസ്ഥിതിയെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് എന്തായിരുന്നോ ശ്രീരാമൻ ചെയ്തത്, എന്തായിരുന്നോ അവതാരങ്ങളെല്ലാം ചെയ്തത്, അതുപോലെ ഇപ്പോൾ നീ ചെയ്യേണ്ട കർമ്മമുണ്ട്. എൻ്റെ വാക്കുകൾ, എൻ്റെ ഇച്ഛകൾ നിന്നിലൂടെ പ്രവർത്തിക്കും. ഇതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗ്രഹ്ണാതി നരോപരാണി അപരാണി തഥാ ശരീരാണി വിഹായ ജീർണ നന്യാനി സംയാതി നവാനി ദേഹി എന്ന ഉപദേശം കൂടി നൽകി ജനന മരണങ്ങളുടെ നിസ്സാരമായ അവസ്ഥയെക്കുറിച്ച് അർജുനനെ ബോധിപ്പിക്കാൻ പരിശ്രമിക്കുകയാണ് ഭഗവാൻ. ഒറ്റയടിക്ക് അർജുനൻ ഇതെല്ലാം അങ്ങ് ബോധ്യപ്പെടും എന്നൊന്നും ഭഗവാന് നിശ്ചയമൊന്നുമില്ല. അവിടെ ഭഗവാൻ പതുക്കെ പതുക്കെ പറഞ്ഞ് വളരെ വലിയ തത്വങ്ങളെ ആദ്യം തന്നെ നൽകി തൻ്റെ നിലവാരത്തിലേക്ക് അർജുനനെ ഉയർത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 22-ാമത്തെ ശ്ലോകത്തിൽ ഈ വാക്കുകളിലൂടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്.
23-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.